ചക്രവ്യൂഹവും. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ പാണ്ഡവരിൽ ഒരാളായ അർജുനന്റെയും ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയുടെയും മകനാണ് അഭിമന്യു. അഭിമന്യു അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ അച്ഛനായ അർജുനൻ സുഭദ്രയോട് യുദ്ധത്തിലെ ഒരു പ്രത്യേകതരം സൈന്യവ്യൂഹമായ ചക്രവ്യൂഹം എങ്ങനെയാണ് ഭേദിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അർജുനൻ ചക്രവ്യൂഹത്തിന്റെ 7 വാതിലുകളിൽ 6 എണ്ണം എങ്ങനെ തകർക്കണം എന്ന് വിശദീകരിച്ചു. എന്നാൽ 7ാമത്തെ വാതിൽ ഭേദിച്ച് പുറത്തു വരുന്നതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ സുഭദ്ര ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അഭിമന്യുവിന് 6 വാതിലുകൾ തകർക്കാനുള്ള വിദ്യ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി 13ാം ദിവസം കൗരവരുടെ പക്ഷത്തുള്ള ഏറ്റവും വലിയ യോദ്ധാവായ ദ്രോണാചാര്യർ സൈന്യത്തെ അതിശക്തമായ ഒരു വലയം പോലെ ചക്രവ്യൂഹം എന്ന രീതിയിൽ അണിനിരത്തി. അർജുനൻ ആ സമയത്ത് മറ്റൊരു യുദ്ധമുഖത്തായിരുന്നു. ചക്രവ്യൂഹം ഭേദിക്കാൻ കഴിയുന്ന ഏകയാൾ അർജുനൻ മാത്രമായിരുന്നു. എന്നാൽ ധർമ്മപുത്രരായ യുധിഷ്ഠിരനും മറ്റുള്ള പാണ്ഡവർക്കും ആ വ്യൂഹം തകർത്ത് ഉള്ളിൽ കടന്നാൽ മാത്രമേ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ധൈര്യശാലിയായ അഭിമന്യു മുന്നോട്ട് വന്നു. തനിക്ക് ചക്രവ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അറിയാമെന്നും ഉള്ളിലുള്ളവരെ തകർക്കാമെന്നും അവൻ പറഞ്ഞു. അഭിമന്യു ഒറ്റയ്ക്ക് തേരുമായി ചക്രവ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് കുതിച്ചു കയറി. അവൻ തന്റെ അച്ഛൻ പഠിപ്പിച്ച വിദ്യ ഉപയോഗിച്ച് 6 വാതിലുകളും തകർത്തു. കൗരവ സൈന്യത്തെ ആകെ ഭയപ്പെടുത്തി. ദുര്യോധനന്റെ മകനായ ലക്ഷ്മണനെ പോലുള്ള വലിയ യോദ്ധാക്കളെയും അവൻ വധിച്ചു. അഭിമന്യു ഉള്ളിൽ കടന്നപ്പോൾ അവനെ സഹായിക്കാൻ പാണ്ഡവ സഹോദരന്മാർ ശ്രമിച്ചെങ്കിലും ചക്രവ്യൂഹത്തിന്റെ വാതിൽ ഉടൻ അടയ്ക്കപ്പെട്ടു. അതോടെ അഭിമന്യു ഒറ്റപ്പെട്ടു. അഭിമന്യു ധീരമായി പോരാടി. എന്നാൽ ചക്രവ്യൂഹത്തിന്റെ 7ാമത്തെ വാതിൽ എങ്ങനെ ഭേദിച്ച് പുറത്തു വരണം എന്ന് അവന് അറിയില്ലായിരുന്നു. കൂടാതെ കർണൻ, ദ്രോണർ, കൃപാചാര്യർ തുടങ്ങിയ 7 മഹാവിദഗ്ധരായ യോദ്ധാക്കൾ ഒരുമിച്ച് ചേർന്ന് അവനെ നേരിട്ടു. ഇത് യുദ്ധനീതിക്ക് എതിരായിരുന്നു. ഒടുവിൽ അഭിമന്യുവിന്റെ തേര് തകർന്നു, വില്ലൊടിഞ്ഞു. അവൻ ആയുധങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും തളരാതെ തേരു ചക്രവുമായി യുദ്ധം തുടർന്നു. ഒടുവിൽ ദുശാസനന്റെ മകൻ പുറകിലൂടെ വന്ന് അവനെ വധിച്ചു. അങ്ങനെ ചെറുപ്പമായിരുന്നെങ്കിലും മഹാനായ ഒരു യോദ്ധാവായി അഭിമന്യു വീരമൃത്യു വരിച്ചു. അവന്റെ ധീരതയും അന്ത്യവും മഹാഭാരതത്തിലെ ഏറ്റവും സങ്കടകരമായതും എന്നാൽ വീര്യമേറിയതുമായ കഥകളിൽ ഒന്നാണ്.